വ്യാജരേഖ കേസിൽ എസ്എഫ്ഐ മുൻ നേതാവ് കെ വിദ്യയ്ക്ക് ജാമ്യം. അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കർശന ഉപാധികളോടെ മണ്ണാർക്കാട് കോടതി ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം, സാക്ഷികളുമായി ബന്ധം പാടില്ല, കേരളം വിട്ടുപോകാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ വിദ്യയെ നീലേശ്വരം പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യില്ല. തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഇപ്പോൾ ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു, മറ്റു കേസിൽ നാളെ തിങ്കളാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ വിദ്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയും, ജാമ്യം ലഭിക്കും. പക്ഷേ ഇന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ കരിന്തളം കേസിൽ നീലേശ്വരം പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവരും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. കാരണം ഇത് മറ്റൊരു കേസായതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നീലേശ്വരം പോലീസിനെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് തടസ്സങ്ങളില്ല. കാരണം ഈ കേസിൽ അവർ പോലീസ് കസ്റ്റഡിയിൽ 2 ദിവസം കഴിഞ്ഞതും അവർക്ക് ജാമ്യം കിട്ടി, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നില്ല. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നീലേശ്വരം പോലീസിന് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനുള്ള ഉണ്ട്. പിന്നീട് കോടതിയിൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അപ്പൊ എന്താണ് പോലീസ് ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് ഇനി അത്തരത്തിലുള്ളൊരു നടപടി നീലേശ്വരം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി അഗളി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അഗളി പോലീസ് ആണ് കസ്റ്റഡി അപേക്ഷ നൽകി അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. പക്ഷേ ഈ ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി സമർപ്പിക്കാൻ പോലീസിനെ കാണിക്കാൻ ഇവർ തയ്യാറായില്ല. കാരണം താൻ അങ്ങനെ ഒരു കോപ്പി തയ്യാറാക്കിയിട്ടില്ലെന്നും മറിച്ച് ഇത് തന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി മറ്റുള്ള ചിലരാണിത് തയ്യാറാക്കി തന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചത്. അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പലിനുൾപ്പെടെ ഈ ആരോപണത്തിന് മുൾമുനയിൽ നിർത്താനും വിദ്യയ്ക്ക് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് വിദ്യ വേറൊന്നും തന്നെ തുറന്നു പറയാനോ മറ്റോ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ അന്വേഷണ സംഘത്തെ കുഴക്കിയ ഒരു കാര്യവും ഇത് തന്നെയായിരുന്നു. അവർക്ക് ഈ ഒരു ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കിട്ടേണ്ടതുണ്ട്. അങ്ങനെ കിട്ടുന്ന പക്ഷം മാത്രമായിരിക്കും ഇവരെ തെളിവെടുപ്പും മറ്റു നടപടികളും ഉണ്ടാവുക. ആരെല്ലാം ഇവരെ സഹായിച്ചു, എങ്ങനെ സഹായിച്ചു, എവിടെ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അവിടെയെല്ലാം ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ വിട്ടു പറയാനോ ഈ സർട്ടിഫിക്കറ്റ് നൽകാനോ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള വിവരം നൽകാനോ അല്ലെങ്കിൽ അത് പോലീസിനെ കൈമാറാനോ ഒന്നും വിദ്യ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ പോലീസ് 2 ദിവസം വരെ വിശദമായി ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ശരി, എസ് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വ്യാജ ഡിഗ്രി കേസിൽ എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസ് അറസ്റ്റിൽ. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കായംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘം നിഖിലിനെ പിടികൂടിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിഖിലിന് നൽകിയത് കായംകുളം എസ്എഫ്ഐ മുൻ ഏരിയ സെക്രട്ടറി അബിൻ രാജാണെന്ന് നിഖിൽ പോലീസിനോട് പറഞ്ഞു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അബിനെയും കേസിൽ പ്രതി ചേർക്കും. MC റോഡ് കേന്ദ്രീകരിച്ചുള്ള വ്യാപക തിരച്ചിലിൽ പുലർച്ചെ 2 മണിയോടെയാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നിഖിൽ പോലീസിന്റെ പിടിയിലായത്. രാത്രി 8ഓടെ കോഴിക്കോട് നിന്ന് തിരിച്ച ബസ്സിൽ നിഖിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അടൂർ, തിരുവല്ല, കോട്ടയം എന്നിവിടങ്ങളിൽ ഓരോ ബസ്സും നിർത്തി പരിശോധിച്ചു. കൊട്ടാരക്കരയിലെത്തിയ ശേഷം കീഴടങ്ങാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു നിഖിൽ. കയ്യിലെ പണം മുഴുവൻ തീർന്നിരുന്നു. കോട്ടയത്ത് നിന്നും കായംകുളത്തെത്തിച്ച നിഖിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സർട്ടിഫിക്കറ്റ് തനിക്ക് തരപ്പെടുത്തി തന്നത് മുൻ SFI കായംകുളം ഏരിയ പ്രസിഡന്റ് അബിൻ രാജാണെന്ന് വ്യക്തമാക്കിയത്. കൊച്ചിയിലെ വിദേശ മാൻപവർ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. ഇതിനായി 2 ലക്ഷം രൂപ നൽകിയതായും പറഞ്ഞു. അബിനിപ്പോൾ മാലിദ്വീപിൽ സർക്കാർ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. കേസിൽ അബിനെയും പ്രതി ചേർക്കും. തന്റെ മൊബൈൽ ഫോൺ ഓടയിൽ എറിഞ്ഞു കളഞ്ഞെന്നാണ് നിഖിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. വ്യാജരേഖ ചമച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നിഖിലിനെതിരെ കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. മറ്റു വാർത്തയിലേക്ക്. SFI നേതാവ് നിഖിൽ തോമസ് വ്യാജരേഖകൾ നൽകി കോളേജിന് അഡ്മിഷൻ നേടിയതിൽ കോളേജിനും അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഒരേ സമയം 2 സർവകലാശാലകൾ എങ്ങനെ പഠിക്കുമെന്ന് അവർ ആലോചിച്ചില്ല. സംഭവത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ 3 വർഷം പഠിപ്പിച്ച ഒരു കുട്ടി പാസ്സായോ തോറ്റോ പിന്നെ അതേ സമയത്ത് അവനെങ്ങനെ വേറെ ഒരു സർവകലാശാലയിൽ പഠിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റിൽ ഒരു വീഴ്ചയില്ല. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പരിശോധിക്കുന്നത്
രണ്ട് സിലബസുകളും താരതമ്യം ചെയ്യാണ്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വലൻസി കൊടുക്കുന്നത്. അല്ലാതെ ഈ പ്രത്യേക വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് അവിടെ പരിശോധിക്കുന്നില്ല. ക്ഷമിക്കണം, മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് കോളേജിലും അധ്യാപകർക്കും വീഴ്ച ഉണ്ട് എന്നാണ്, വീഴ്ചയില്ല എന്നാണ് തെറ്റായി വായിക്കേണ്ടി വന്നത്. ക്ഷമിക്കണം. മറ്റു വാർത്തയിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറൽ തത്വം അട്ടിമറിക്കാൻ ശ്രമമെന്ന മന്ത്രി ആർ ബിന്ദു. ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ വിധി വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം നേരത്തെ ഉണ്ടായ വിധി അതനുസരിച്ച് അധ്യാപകർക്ക് യാതൊരു വിധത്തിലും ഡെപ്യൂട്ടേഷന് എടുക്കാൻ പറ്റാത്തൊരു നിലയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ സർവകലാശാലകളുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, സ്റ്റുഡൻസ് ഡീൻ, അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊക്കെ അധ്യാപകർ തന്നെ ഡെപ്യൂട്ടേഷൻ എന്ന നിലയിലാണ് വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ റിസർച്ച് ഓഫീസേഴ്സ് എന്ന നിലയിൽ, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഡെപ്യൂട്ടേഷൻ നിലയിലാണ് അധ്യാപകരെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. അവരുടെയൊക്കെ മൊത്ത സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ഡെപ്യൂട്ടേഷൻ കാലഘട്ടം കൂട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നും അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ നമുക്ക് ലഭിക്കില്ല. അത് ഇപ്പോൾ ചെയ്തവർക്ക് തന്നെ വലിയ കോട്ടം സംഭവിച്ചിരുന്നു. അതുമാത്രമല്ല, റിസർച്ചിന് വേണ്ടി എടുക്കുന്ന ലീവുകളെ പോലും അധ്യാപനത്തിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് കൂട്ടിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം ഗവേഷണം നടത്തുക എന്നുള്ളത് അധ്യാപന ജീവിത കാലത്ത് മുഴുവൻ നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. ഗവേഷണാത്മകമായിട്ടുള്ള ഒരു അന്വേഷണ ത്വര എല്ലാ അധ്യാപകർക്കും ഉണ്ടാവേണ്ടതാണ്. അധ്യാപകർ ഗവേഷണം ചെയ്യേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് അവരുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് കൂട്ടില്ല എന്ന് വന്നാൽ അത് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പം ഈ കോടതി വിധിയിലൂടെ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുവിൽ അധ്യാപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആവശ്യമെങ്കിൽ മാറി നിൽക്കാമെന്ന് കെ സുധാകരൻ. പദവി മാറുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അന്വേഷണം നേരിടുമെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. അതേസമയം KPCC അധ്യക്ഷന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും രംഗത്തെത്തി. മോൻസൺ മാവങ്കൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കെ സുധാകരന്റെ അപ്രതീക്ഷിത പ്രതികരണം. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. കെ സുധാകരന്റെ ഈ പരാമർശം നേതാക്കൾക്കിടയിൽ സന്ദേഹമുണ്ടാക്കിയതിനു പിന്നാലെ പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്ത് വന്നു. സുധാകരൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനാണ് അറസ്റ്റെന്നും BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പിണറായിക്ക് ആവേശമില്ലെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. സുധാകരൻ മാറി നിൽക്കേണ്ടതില്ലെന്നും ചങ്ക് കൊടുത്തും സംരക്ഷിക്കുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയും UDF-ഉം കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഒരു സംശയവും വേണ്ട. ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത്. ഒരുമിച്ച് ഞങ്ങളുടെ ചങ്ക് കൊടുത്തും ഞങ്ങളുടെ KPCC പ്രസിഡന്റിനെ സംരക്ഷിക്കും. ഒരു സംശയം വേണ്ട. കെ സുധാകരനെതിരായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പ്രതികരിച്ചപ്പോൾ സർക്കാരിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു കെ മുരളീധരൻ MPയുടെ വിമർശനം. പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും വല്ലാതെ കഷ്ടപ്പെടുന്നു മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. കനത്ത രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടും. ഭാവിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കൂട്ടർ സ്ഥിരമായിട്ട് അധികാരത്തിൽ ഇരിക്കില്ലല്ലോ. അധികാരത്തിൽ ഇറങ്ങുമ്പോൾ ഇപ്പം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ നാളെ കണക്ക് പറയും. സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിന് പുറമെ കെ സുധാകരനെതിരെ സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുധാകരനെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണി. കോടതിയിൽ വരുമ്പോൾ കേസ് തള്ളിപ്പോകും. അന്ന് പിണറായിയും MV ഗോവിന്ദനും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരുമെന്നും AK ആന്റണി പറഞ്ഞു. പോലീസ് കെട്ടിച്ചമച്ച ഈ കേസ് കോടതി വരുമ്പോൾ തള്ളിപ്പോകുന്നതാണ്. അന്ന് തിടുക്കപ്പെട്ട് കേസെടുക്കാൻ പോയ പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും വല്ലാതെ കഷ്ടപ്പെടുന്നു മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. കെ സുധാകരന് മുസ്ലിം ലീഗിന്റെ പിന്തുണ
ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേസെടുക്കുന്ന പ്രവണതയാണ് സർക്കാരിനുള്ളതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയമായും നിയമപരമായും UDF ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനെതിരായി എടുത്ത കേസ് അദ്ദേഹത്തെ പോലെ ആ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് എതിരെ എടുക്കുന്ന ഒരു കേസിനുള്ള സബ്സ്റ്റൻസ് ഒന്നും അതിലില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മിനിമം റിലേഷനിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ വന്നാൽ അതിന് മറുപടി പറയുകയും വ്യക്തത വരുത്തുകയും ഒക്കെ ചെയ്തങ്ങ് പോവുക എന്നല്ലാതെ തിരിച്ച് കേസെടുക്കുന്ന കാര്യങ്ങളൊന്നും ഇതേവരെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തീർന്നുപോയ വലിയ സബ്സ്റ്റൻസ് ഇല്ലാത്ത ഒരു കേസിൽ KPCC പ്രസിഡന്റിനെതിരായി എടുത്ത കേസിനെ മുസ്ലിം ലീഗും അപലപിക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. കെ സുധാകരനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമോ സംഘടനാപരമായുള്ള പ്രശ്നത്തിന്റെ പേരിലല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തട്ടിപ്പ് കേസിലാണ് നടപടി. തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും നിയമത്തിന് മുന്നിൽ വരും. സുധാകരൻ മാറി നിൽക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ കേസ് പോലുമല്ല. അതിൽ ഞങ്ങളെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്നവർ നിയമത്തിൻ്റെ മുമ്പിൽ വരണം എന്നാണ് പൊതുവായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ദിവസവും ചൂണ്ടിക്കാണിച്ച് തോന്നിയിരിക്കുന്നു. അവിടെ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ, അതും പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസല്ല, അത് തികച്ചും എല്ലാവർക്കും പറയുന്നത് പോലെ വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗൗരവമായ വിഷയമാണ് സുധാകരനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും മാറി നിൽക്കണോ എന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. ആ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ദൗർബല്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തും. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കണ്ണൂരിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് കാൾടെക്സ് ജംഗ്ഷനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. പത്തനംതിട്ടയിൽ റോഡിൽ സ്ഥാപിച്ച ഡിവൈഡർ പ്രവർത്തകർ നശിപ്പിച്ചു. തുടർന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് നഗരത്തിൽ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മനസ്സിലാക്കി അവരാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഈ രാജ്യത്തിലെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട ചുമതല ജനങ്ങൾക്കാണ്. സത്യം തെളിയുമെന്നാണ്. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മോൻസൻ മാവുങ്കൽ. കെ സുധാകരന് പണം നൽകിയിട്ടില്ല. പീഡനാരോപണം ഉയർന്ന ദിവസങ്ങളിൽ സുധാകരൻ തന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. സുധാകരൻ ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ നാടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരൻ ഈ കേസുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, EDക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. വളരെ ഇല്ലില്ല. അതൊക്കെ പിന്നീട് ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തിട്ടുണ്ടോ കെ സുധാകരന്? ഇല്ല. സുധാകരന് വേണ്ടി യാതൊരു ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. നിഖിൽ തോമസിനെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിലാണ് കായംകുളം കോടതിയുടെ ഉത്തരവ്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ ഇന്നലെ രാത്രിയാണ് നിഖിൽ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.
കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു നിഖിൽ തോമസിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കായംകുളത്ത് തന്നെ മുൻ SFI ഏരിയ നേതാവായിരുന്ന അബിൻ കെ രാജ് ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് പ്രധാനമായും നിഖിൽ തോമസ് പോലീസിനോട് പറഞ്ഞത്. അബിനെ കൂടി പ്രതി ചേർക്കുമെന്നും സൂചനകളുണ്ട്. അതിനായി 2 ലക്ഷം രൂപ അബിൻ്റെ അക്കൗണ്ടിലേക്ക് നൽകിയിരുന്നുവെന്നും നിഖിൽ തോമസ് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടിയ നിഖിൽ തോമസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു. വ്യാജ BCom ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ള കേസിലാണ് നിഖിൽ തോമസിനെ ഇപ്പോൾ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കായംകുളം കോടതിയുടേതാണ് ഉത്തരവ്. മറ്റു വാർത്തയിലേക്ക്. തോളോട് തോൾ ചേർന്ന യുക്രൈനിൽ യുദ്ധം ചെയ്ത റഷ്യൻ പട്ടാളവും റഷ്യയുടെ കൂലിപ്പട്ടാളവും തമ്മിൽ പോര്. യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് വാഗ്നർ എന്ന കൂലിപ്പട്ടാളം കടന്നതോടെ സൈനിക അട്ടിമറി സാധ്യത ശക്തമായി. ദക്ഷിണ റഷ്യൻ മേഖല റോസ്റ്റോവിലെ സൈനിക കേന്ദ്രം വാഗ്നർ സേന പിടിച്ചെടുത്തു. റഷ്യൻ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുമെന്ന് വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ പ്രഖ്യാപിച്ചതോടെ റഷ്യയിലെ ഭരണ സംവിധാനങ്ങളും ആശങ്കയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന ആളാണ് വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗോവിൻ പ്രിഗോഷിൻ. യുദ്ധക്കളത്തിലെ മര്യാദകൾ പോലും അന്യമായ കൂലിപ്പട്ടാളത്തെ യുക്രൈനിലേക്ക് അയക്കുമ്പോൾ വ്ളാഡിമിർ പുടിൻ ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് വാഗ്നർ സംഘത്തിന്റെ തലവൻ യെവ്ഗാനി പ്രിഗോഷിൻ കൂലിപ്പട്ടാളത്തിനൊപ്പം റഷ്യയിലേക്ക് തിരിച്ചത്. റോസ്റ്റോവിലെ ദക്ഷിണ സൈനിക ആസ്ഥാനം പ്രിഗോഷിന്റെ നേതൃത്വത്തിൽ കൂലിപ്പട്ടാളം പിടിച്ചെടുക്കുകയും ചെയ്തു. റോസ്റ്റോവ് നഗരത്തിലേക്ക് വാഗ്നർ സംഘം എത്തുന്നതിന്റെയും റോന്ത് ചുറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. റഷ്യയുടെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടെന്നാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ അവകാശവാദം. യുക്രൈനിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ താവളങ്ങളിൽ റഷ്യൻ സേന മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി പേരെ കൊന്നൊടുക്കുകയും ചെയ്തെന്നാണ് പ്രിഗോഷിന്റെ ആരോപണം. ഇപ്പോൾ നടത്തുന്നത് സൈനിക കലാപമല്ല, നീതിക്കായുള്ള യാത്രയാണെന്നാണ് ഇവരുടെ വാദം. വാഗ്നർ സംഘം വെല്ലുവിളി ഉയർത്തി റഷ്യയിലേക്ക് പ്രവേശിച്ചതോടെ ക്രെംലിനിലും മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും റഷ്യൻ സേന സുരക്ഷ ശക്തമാക്കി. പതിറ്റാണ്ടുകളായി വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യെവ്ഗാനി പ്രിഗോഷിൻ. ഇയാളുടെ നീക്കത്തിൽ തന്നെ വിമത നീക്കം നടക്കുമ്പോൾ റഷ്യൻ ഭരണസിരാ കേന്ദ്രങ്ങൾ അങ്കലാപ്പിലാണ്. പ്രിഗോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാഗ്നർ സംഘത്തിന്റെ നീക്കം രാജ്യദ്രോഹമാണെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നും വ്ളാദിമിർ പുടിൻ. ഏതു ഭീഷണിയിൽ നിന്നും രാജ്യത്തെ പ്രതിരോധിക്കും. ഭാവിക്ക് വേണ്ടിയാണ് റഷ്യയുടെ പോരാട്ടമെന്നും രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്നും പുടിൻ ആഹ്വാനം ചെയ്തു. പതിറ്റാണ്ടുകളായി വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യെവ്ഗാനി പ്രിഗോഷിൻ. പുടിന്റെ ഷെഫ് അഥവാ കുശിനിക്കാരൻ എന്നറിയപ്പെടുന്ന പ്രിഗോഷിന്റെ കൂലിപ്പട്ടാളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സജീവമാണ്. ഈ പ്രിഗോഷിൻ തന്നെ റഷ്യൻ സേനയ്ക്കെതിരെ പടനീക്കം നടത്തുന്നതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. സോവിയറ്റ് റഷ്യയിൽ പുടിന്റെ ജന്മദേശമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് തന്നെയാണ് പ്രിഗോഷിന്റെയും ജന്മനാട്. സോവിയറ്റ് യൂണിയന്റെ പുകൾപ്പെട്ട KGBയുടെ മിടുക്കനായ ഉദ്യോഗസ്ഥനായി പുടിൻ പേരെടുക്കുമ്പോൾ പ്രിഗോഷിൻ ജയിലിലാണ്. യൗവനകാലത്ത് പ്രിഗോഷിന്റെ മിടുക്ക് മോഷണത്തിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ജയിൽ മോചിതനായ പ്രിഗോഷിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഹോട്ട് ഡോഗ് കച്ചവടക്കാരനായി. ചെറിയ കച്ചവടം പച്ചപിടിച്ചപ്പോൾ പിന്നെ ഹോട്ടൽ ശൃംഖലയിലേക്ക്. 90കളുടെ അവസാനം പുടിൻ റഷ്യൻ ഭരണത്തലപ്പത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ കച്ചവടത്തിൽ പ്രിഗോഷിനും വച്ചടിക്കയറ്റം. ആകസ്മികമായി പ്രിഗോഷിന്റെ ആഡംബര ഹോട്ടലെത്തിയപ്പോൾ പരിചയപ്പെട്ട ഇരുവരും പിന്നെ ഉറ്റ സുഹൃത്തുക്കളായി. അന്താരാഷ്ട്ര നേതാക്കൾ വിരുന്നിനെത്തുമ്പോൾ പുടിന്റെ അടുക്കള ചുമതല പ്രിഗോഷിനാണ്. 2014 പുടിന്റെ ആശീർവാദത്തോടെ സ്വകാര്യ സേനയ്ക്ക് പ്രിഗോഷിൻ രൂപം നൽകിയത്. സിറിയയിലും ലിബിയയിലുമെല്ലാം റഷ്യൻ സേനയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം. എന്നാൽ വാഗ്നറിന്റെ തനി സ്വരൂപം ആഫ്രിക്കയിലാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെയും സുഡാനിലെയും സ്വർണ്ണഖനികളുടെ കാവൽക്കാരാണ് വാഗ്നർ കൂലിപ്പട്ടാളം. അമേരിക്കൻ കമ്പനികൾക്ക് വരെ കാവൽ പ്രിഗോഷിന്റെ പടയാണ്. ഇതിനേക്കാളേറെ കൗതുകം വർഷങ്ങൾക്ക് മുമ്പിൽ റഷ്യയിൽ പ്രിഗോഷിൻ നേടിയ ഒരു കരാറാണ്. റഷ്യൻ സൈനികർക്ക് റേഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ സംഘടിപ്പിക്കുന്നു. കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം. നാളെ വീടുകളിൽ ശുചീകരണം നടത്തണം.
പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സംശയ നിവാരണത്തിനായും അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടിയും ദിശ കോൾ സെന്റർ ആരംഭിച്ചു. 24 മണിക്കൂറും സേവനത്തിനായി ഡോക്ടർമാരുടെ പാനലും സജ്ജമാക്കി. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് കോൾ സെന്റർ സേവനം സജ്ജമാക്കിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനു സമീപത്ത് 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയത്. കേരളത്തിൽ കാലവർഷം ശക്തമാകാനും സാധ്യതയുണ്ട്. നാളെ മുതൽ 28 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം മുഴുവന്നൂരിൽ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കുന്നതിനെ ചൊല്ലി തർക്കം. സുപ്രീം കോടതി വിധി നടപ്പാക്കാനെത്തിയ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളെയും പോലീസിനെയും യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. പള്ളിയിൽ 100 കണക്കിന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയതോടെ വിധി നടപ്പാക്കാൻ കഴിയാതെ പോലീസ് പിൻവാങ്ങി. മൂവാറ്റുപുഴ RDO സംഘർഷാവസ്ഥ കണക്കിലെടുത്ത 300ഓളം പോലീസുകാർ സംഭവസ്ഥലത്തെത്തി. പ്രതിഷേധം കനത്തതോടെ പോലീസും ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളും മടങ്ങി. പ്രതിഷേധവുമായി പള്ളിക്കകത്തിരിക്കുകയാണ് യാക്കോബായ വിശ്വാസികൾ. 160 വർഷം പഴക്കമുള്ള മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ 1600 കുടുംബങ്ങളാണുള്ളത്. ഇതിൽ 5 കുടുംബങ്ങൾ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളതെന്നും പള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നുമാണ് യാക്കോബായ വിശ്വാസികളുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാക്കി പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. ഓരോ ദിവസവും തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, ഇഞ്ചി എന്നിവയ്ക്കൊക്കെ 10ഉം 20ഉം രൂപ വീതമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പച്ചക്കറികളുടെ വിലയും കുതിക്കുകയാണ്. തോന്നും പോലെയാണ് വിപണിയിലെ വില. ഒരേ സാധനത്തിന് ഒരേ മാർക്കറ്റിൽ തന്നെ പല വില. ഉദാഹരണത്തിന് പയർ. ഒരാഴ്ച മുൻപ് വരെ നാടൻ പയറിന് 70ഉം മൈസൂർ പയറിന് 50ഉം കട്ടപ്പന പയറിന് 60ഉമായിരുന്നു. അതിപ്പോൾ 80, 90, 100 ഇങ്ങനെ വില പറക്കുകയാണ്. ഉൽപാദനം കുറവാണ് ഒന്ന്. രണ്ടാമത് സ്കൂൾ തുറക്കുന്ന ടൈം സാധനങ്ങൾ ആൾക്കാർക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉൽപാദനം കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വില കൂടും. കച്ചവടം എങ്ങനെയുണ്ട്? ആൾക്കാർ വില കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ള കച്ചവടം കുറവ് തന്നെയാണ്. തക്കാളി 60, ഇഞ്ചി 200, ബീൻസ് 120, ക്യാരറ്റ് 80, വെണ്ടയ്ക്ക 50, പച്ചമുളക് 95, ബീട്രൂട്ട് 50. ഒന്നിനുമില്ല ഒരു കുറവും. 1-2 രൂപയുടെ വർധനയല്ല, ഇരട്ടിയും 2 ഇരട്ടിയും അതിലുമേറെയും വില കൂടുന്നു. റോക്കറ്റ് പോലെ വില കുതിക്കുമ്പോൾ തളർന്നിരിക്കുകയാണ് ജനം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ. നല്ല കൂടുതലാണ്. നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജീവിച്ച് മുമ്പോട്ട് എല്ലാത്തിനും വില കൂടുതലാണ്. ബസ്സിനായാലും ഓട്ടോയ്ക്കായാലും എന്തിനായാലും കയറുമ്പോൾ ചാർജ് കൂടുതലാണ്. ഒരു മാസം നമുക്ക് നേരത്തെ തന്നെ ഇപ്പോൾ ഇരട്ടിയാവുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 500 രൂപ എങ്കിലും കൊണ്ടുവന്നാൽ ഒന്നും ആവത്തില്ല. ട്രോളിംഗ് നിരോധനം, കുതിച്ചുയരുന്ന ചിക്കൻ വില, ഇതിനിടയിലാണ് സാധാരണക്കാരുടെ പോക്കറ്റ് കീറുന്ന പച്ചക്കറി വില വർധനയും. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്തിനേറെ പറയുന്നു, വൈദ്യുതിയും വെള്ളക്കരവും വരെ വർദ്ധിപ്പിച്ചു. വില കൂട്ടുന്നതിൽ ആരും പിന്നിലല്ല. ഇനിയും ഏതറ്റം വരെ മുണ്ടുമുറുക്കണമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. സി വിനോദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് ഇരുളത്തെ ഭൂസമരം ശക്തമാക്കാൻ തീരുമാനിച്ച് ആദിവാസി ഐക്യവേദി. 2ാം ഘട്ട സമരത്തിന്റെ തുടക്കമെന്ന നിലയിൽ തിങ്കളാഴ്ച വയനാട് കളക്ടറേറ്റിലേക്ക് ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലെ മരിയനാടുള്ള കേരള വനവികസന കോർപ്പറേഷന്റെ കീഴിലെ കാപ്പിത്തോട്ടത്തിലാണ് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് മാറ്റിവെച്ച ഭൂമിയിലാണ് ആദിവാസി ഐക്യസമിതിയും ഗോത്രമഹാസഭ, AKS തുടങ്ങിയ വിവിധ ആദിവാസി സംഘടനകളും 1 വർഷമായി കുടിൽകെട്ടി സമരം നടത്തുന്നത്. മരണത്തിന്റെ വക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും അതിന്റെ എന്തായാലും വെളിച്ചത്തിലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഓരോ കുട്ടികളും, ഈ 58 കുട്ടികളും ഇവിടുന്ന് പോകുന്ന ഓരോ കുട്ടികളും മെഴുകുതിരി വെട്ടത്തിലാണ് ഇവിടെ പഠിക്കുന്നത്. ആദിവാസി ഐക്യവേദിയുടെ 530 കുടുംബങ്ങളാണ് കുടിൽകെട്ടി സമരഭൂമിയിൽ തുടരുന്നത്. കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് 2ാം ഘട്ട സമരം. തിങ്കളാഴ്ച കളക്ടറേറ്റ് പടിക്കൽ ഉപരോധ സമരവും കുടിൽകെട്ടി സമരവും നടത്തുമെന്ന് ആദിവാസി ഐക്യവേദി നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 വയനാട്. ഇനി തെരുവുനായ ശല്യത്തിന്റെ വാർത്തയാണ്. കോഴി ഫാമിലെ 100ഓളം കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നു. കോഴിക്കോട് ചാത്തമംഗലം കണ്ണങ്കോട്ടുചാൽ രാവുണ്ണിയുടെ ഉടമസ്ഥയിലുള്ള പ്രിയദർശിനി നഴ്സറിയിലെ കോഴികളെയാണ്
തെരുവ് നായ്ക്കൾ കൊന്നത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 100ഓളം കോഴിക്കുഞ്ഞുങ്ങളെയാണ് നായയുടെ ആക്രമണത്തിൽ ചത്തത്. 1 മാസം മുമ്പ് ഇവരുടെ തന്നെ ആടിനെയും തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നിരുന്നു. 25ലേറെ തെരുവ് നായ്ക്കളാണ് പ്രദേശത്ത് കൂട്ടമായി നടക്കുന്നതെന്നും വടിയോ മറ്റ് ആയുധങ്ങളോ ഇല്ലാതെ പ്രദേശത്ത് കൂടി ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ ഒരു 4 മണിക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ തെരുവുനായ്ക്കളെ ശല്യമല്ല, ഒരു 5-8 നായ്ക്കൾ ഒന്നായിട്ട് കൂടിൻ്റെ ഉള്ളിലും ഇങ്ങനെ കടന്നിട്ട് ഈ കൊണ്ടുപോകുക. അതിങ്ങനെ കടിച്ച് ഇതാക്കുക. അന്നപ്പോഴേക്ക് പുറത്ത് നാളെത്തുമ്പോഴേക്ക് പിന്നെ പുറത്ത് ചാടി അങ്ങനെ ഒരു 110 കോഴിയോളം ചത്ത്. ഇനിയിപ്പോൾ എന്താ ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റുമോ? ഫാം വളർത്താൻ കഴിയും. ഈ നായ്ക്കളെ ശല്യം കൊണ്ട് ഈ ഏരിയ മുഴുവനും ഇങ്ങനെയാണ് നായ്ക്കളെ ഇത്രയും ഇതാണ്. തെരുവായക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 10-25 ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഈ പറമ്പിൽ കടക്കാനും പറ്റില്ല. വടിയോ എന്തെങ്കിലും ഒന്ന് ആയുധമില്ലാതെ ഈ പറമ്പിൽ വരാനേ പറ്റില്ല. കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു മാസം മുന്നേ ഒരു ആട് കടിച്ച് കൊന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫാം നിർത്തിയേക്കേണ്ടി വരും. അല്ലാതെ കുറെ നഷ്ടം സഹിക്കാനാവില്ലല്ലോ. കൂടുതൽ വിവരങ്ങളുമായി ഗുലാൻ നബി ആസാദാണ് മുക്കത്ത് നിന്നും ചേരുന്നത്. ശ്രീ ആസാദ്, ഇത് എപ്പോഴായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായത്? അവിടെ തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശമാണോ? കിരൺ, ഇന്ന് പുലർച്ചെയാണ് 100ലേറെ കോഴികളെ തെരുവുനായ കൂട്ടമായി എത്തി ചാത്തമംഗലം സ്വദേശി രാവുണ്ണിയുടെ ഫാമിലെ 4 മാസത്തോളമായ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. നിരവധി കോഴികൾ തെരുവുനായകളുടെ അക്രമത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും അവശനിലയിലാണ്. ഇനിയും കൂടുതൽ കോഴികൾ ചാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 40 വർഷത്തോളമായി ഇദ്ദേഹം കോഴി ഫാം നടത്തി വരുന്നുണ്ട്. സർക്കാർ അംഗീകൃത കോഴി ഫാമാണ് ഇദ്ദേഹം നടത്തി വരുന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും 1 മാസം മുമ്പ് ഇവരുടെ തന്നെ ഒരു ആടിനെ തെരുവുനായ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തെരുവുനായ ആക്രമം പ്രദേശത്ത് ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 25ലേറെ നായ്ക്കൾ കൂട്ടമായി നടക്കുന്നൊരു പ്രദേശമാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള തെരുവുനായ ശല്യമാണ് പ്രദേശത്ത് ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ ഈ ഒരു രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണെങ്കിൽ കോഴി ഫാം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നാണ് ഈ ഫാം ഉടമയായ രാഹുൽ പറയുന്നത്. അതുപോലെ തന്നെ സുരക്ഷിതമായ ഇരുമ്പ് നെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ കോഴി ഫാമിലാണ് ഈ തെരുവുനായകൾ ഇതെല്ലാം തകർത്ത് കയറി നിരവധി കോഴികളെ ഇപ്പം ആക്രമിച്ചു കൊന്നിരിക്കുന്നത്. ശരി, ഗുലാൻ നബി ആസാദാണ് മുക്കത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയിട്ട് ഇപ്പോൾ 10 ദിവസമാകുന്നു. ഇപ്പോഴും ഹനുമാൻ കുരങ്ങിനെ തിരികെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജാമ്യം കിട്ടിയ പ്രതി തിരിച്ചുവരാത്ത പോലത്തെ പരിപാടിയാണ് കുരങ്ങിൻ്റെത്. തുറന്നു കൂടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റി അതേ മൃഗശാല ജീവനക്കാർ ചെയ്തുള്ളൂ. ഇപ്പോൾ മാനത്തും മരക്കൊമ്പിലും നോക്കി നടപ്പാണ് കുരങ്ങിനെ പിടിക്കാൻ. കുരങ്ങാകട്ടെ ബെയിൻസ് കോമ്പൗണ്ട്, മസ്കറ്റ് ഹോട്ടൽ വളപ്പ്, പബ്ലിക് ലൈബ്രറി എന്നിവിടങ്ങളിലായി ചുറ്റിക്കറങ്ങുകയാണ്. ഇതിനിടെ 2 തവണ മൃഗശാല വളപ്പിൽ പ്രവേശിച്ച ശേഷം ചാടിപ്പോയി. കൂടണയാനെത്തുന്ന കാക്കകൾക്ക് കുരങ്ങിനെ തീരെ പിടിക്കുന്നില്ല. മൃഗശാല ജീവനക്കാർ നൂലിൽ കെട്ടി പഴങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. തളിരിലകളും കുരങ്ങ് ഭക്ഷിക്കുന്നു. പെൺകുരങ്ങാണ് കൂട്ടിൽ നിന്നും ചാടിപ്പോയത്. സാധാരണ നിലയിൽ ഇണയെ വിട്ടുപോകാത്ത ഇനത്തിലെ കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണിത്. പക്ഷേ എന്തുകൊണ്ടോ ഇണയുടെ അടുത്തേക്കും പോകുന്നില്ല. മനുഷ്യനായാലും കുരങ്ങായാലും സ്വാതന്ത്ര്യമാണല്ലോ വലുത്. ന്യൂസ് 18 തിരുവനന്തപുരം. സാധാരണ നാട്ടിൽ മഴ പെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കേരളത്തിൽ മഴ പെയ്യാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കർഷകർ. എന്തിനാണ് ഇവർ പ്രാർത്ഥന നടത്തിയതെന്ന് നോക്കാം.
മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടി ഷട്ടറിലാണ് ഈ കാഴ്ച. തമിഴ്നാട് കമ്പം മേഖലയിലെ കർഷകരാണ് പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ കൃഷി നടത്തുന്നത്. തേനി ജില്ലയിലെ 14,707 ഏക്കർ സ്ഥലത്ത് കൃഷി ആവശ്യത്തിനായി ജൂൺ 1 മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിരുന്നു. സെക്കൻഡിൽ 200 ഘനയടി കൃഷിക്കും 100 ഘനയടി വൈദ്യുതി ഉൽപ്പാദനത്തിനുമാണ് കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 130 അടിയായിരുന്ന അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്ന് 116.3 അടിയാണ്. ഇതോടെയാണ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് തമിഴ്നാട്ടിലെ കർഷകർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയത്. மழை கம்மியாக பெய்யறதுனால இன்னும் மழை அதிகமாக பெய்யணும்னு சேர்ந்து செய்யணும் என்று எல்லா மத சார்பாக சேர்ந்து എല്ലാ സംഘത്തെ സാർബാக ഇന്നേക്ക് ഞങ്ങൾ അണയിൽ കൂട്ടു പ്രാർത്ഥന ചെയ്തിരുന്നു. വിവിധ മതാചാര പ്രകാരമാണ് പ്രാർത്ഥനകൾ നടത്തിയത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടി ഷട്ടറിൽ ഒഴുക്കി. തമിഴ്നാട് തേനി മേഖലയിലെ 5 കർഷക സംഘടനാ പ്രതിനിധികളും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. CA2 സ്വകാര്യ ബസ്സിന് മുന്നിൽ കൊടികുത്തിയ സംഭവത്തിൽ ഉടമയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി. ബസ് സർവീസ് നടത്താൻ സംരക്ഷണം വേണം എന്നാണ് കോടതി ഉത്തരവ്. അതേസമയം കോടതി ഉത്തരവുണ്ടായിട്ട് മുന്നിലെ സമരപ്പന്തൽ പൊളിച്ചുമാറ്റാൻ CA2 തയ്യാറായിട്ടില്ല. ശമ്പള വർധന നൽകാതെ സഹകരിക്കാനാകില്ല എന്നാണ് CA2ന്റെ നിലപാട്. കോട്ടയത്തെ ഒരു ബസ് ഉടമയുടെ സമരം ഇതിനകം വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ആ ബസ് സമരത്തിൽ, ആ ഉടമയുടെ സമരത്തിലാണ് പുതിയൊരു വഴിത്തിരിവുണ്ടായത്. ഹൈക്കോടതി ഈ ബസ് ഉടമയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ്. അതായത് ഈ ബസ് സർവീസിന് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് വിധി. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ തർക്കം, ഈ ബസ്സിന് മുന്നിൽ ഈ CA2ന്റെ ഒരു സമര പന്തൽ യഥാർത്ഥത്തിലുണ്ട്, കൊടികളും മറ്റും കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആര് അഴിച്ചു മാറ്റും എന്നുള്ള ഒരു തർക്കം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. CA2 ഇത് അഴിച്ചു മാറ്റാൻ തയ്യാറല്ല, അത് വേണമെങ്കിൽ മറ്റാളെ കൊണ്ട് അഴിച്ചു മാറ്റട്ടെ എന്നുള്ളതാണ് CA2ന്റെ മുതിർന്ന നേതാവ് തന്നെ, ജില്ലയിലെ മുതിർന്ന നേതാവ് തന്നെയായ സത്യനേശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. പന്തലും കൊടിയൊക്കെ ഞങ്ങൾ മാറ്റേണ്ട കാര്യമില്ലല്ലോ, അതൊന്നും കോടതി വിധി പറയുന്നില്ല. നിങ്ങളിത് വായിച്ചു നോക്കുക. ഞങ്ങൾ പന്തലും കൊടിയൊക്കെ പൊളിക്കാൻ ആളുകൾ കിട്ടുമല്ലോ ഇവർക്ക്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 175 രൂപ 2 തൊഴിലാളിക്ക് 350 രൂപ കൊടുക്കേണ്ട സ്ഥാനത്താണ് 1 ലക്ഷം രൂപയോളം മുടക്കി ഇന്നലെ പോയി ഈ ഇത് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മനോഭാവം ഒന്ന് ആലോചിച്ചാൽ മതി. അയാളെ ഞങ്ങൾ സഹായിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, ഞങ്ങളതിന് തടസ്സമൊന്നുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന അവരുടെ ശമ്പള വർധനയാണ്. ഈ വർദ്ധിപ്പിച്ച ശമ്പളം നൽകിയാൽ തങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന ആവശ്യവുമായാണ് തൊഴിലാളികൾ, ഈ ബസ്സിലെ കണ്ടക്ടർ രംഗത്ത് വന്നത്. ജില്ലാ ലേബർ ഓഫീസറെ കൂട്ടിയ ശമ്പളം കൂട്ടിത്തരുക, 175 രൂപ തന്നാൽ നമുക്ക് പരാതിയൊന്നുമില്ല. ആ കൂട്ടിത്തരണം എന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി തടയാനൊന്നും പോയിട്ടില്ല. കോടതി ഉത്തരവായിക്കിട്ട് ഞങ്ങൾ മാറി പന്തലിൽ നിന്ന് മാറിയിരിക്കുക, പിള്ളേരുടെ നോക്കളാനും പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഈ ഉടമയായ ഉണ്ണി എന്ന ഇതിന്റെ ഉടമ തള്ളുകയാണ്. ഈ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഇതിന്റെ വേതന വർധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഉറപ്പ് ഉണ്ടായിട്ടില്ല. തൊഴിൽ നൽകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ള രേഖയാണ് അദ്ദേഹം കാണിക്കുന്നത്. മാത്രവുമല്ല, തന്നെ CA2 നേതാക്കൾ തന്നെ ഇടപെട്ട് ഭീഷണിപ്പെടുത്തുന്നതായും ഉണ്ണി ആരോപിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലാണ് ഈ കാണിക്കുന്നത്, ലേബർ ഓഫീസറായിട്ട് ഒപ്പിട്ട വ്യവസ്ഥയെ കാണിക്കുന്നത്. ഇത് നിങ്ങൾ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് പറയണം, ഇതിൽ എന്തെങ്കിലും ശമ്പള വ്യവസ്ഥയാണോ പറയുന്നത്, തൊഴിൽ കൊടുക്കാനാണോ പറയുന്നത്? കാരണം ഇപ്പം എന്റെ ബാക്കി ബസ്സുകൾ 3 ഓടുന്നുണ്ട്, അതിവിടെ വരും. അതുകൂടാതെ എന്റെ ബസ്സിൽ ഇന്ന് സർവീസ് ചെയ്യുന്നത് ഈ സംഘടനയുടെ CA2 സംഘടനയുടെ പടിഞ്ഞാറൻ മേഖലയുടെ ട്രഷറാണ് കണ്ടക്ടർ. അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ, ഇതേ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ 875 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഇന്നലെ വരെ എന്റെ വണ്ടിയിൽ 925 കിടന്നു. അങ്ങനെ അദ്ദേഹവും എന്റെ വണ്ടിയിലാണ് സർവീസ് ചെയ്യുന്നത് ഇപ്പോഴും. അങ്ങനെ എന്റെ വണ്ടിയിൽ ഇപ്പോഴും നിലവിൽ 4 CA2 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ CA2 തൊഴിലാളികൾക്ക് ആർക്കും ഇല്ലാത്ത വിഷമം ഈ ഒരു CA2 തൊഴിലാളികൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അരിയാരം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഉത്തരവാണ് ഈ കാണിക്കുന്നത്. അതുപോലെ കോടതി ഇതിനകത്ത് എവിടെയെങ്കിലും ശമ്പള വർധന ആണോ പറഞ്ഞിരിക്കുന്നത്, തൊഴിൽ കൊടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് നോക്കണം.
എന്തായാലും ഈ സമരം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമാണ്. കോടതിയിൽ വലിയ ഇതായി നിൽക്കുന്ന സമരമാണ്. ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വിദേശത്തൊക്കെ ജോലി ചെയ്ത് നാട്ടിലെത്തി ഈ ബസ് സർവീസ് നടത്തുന്ന ആളാണ്. മറ്റു 3 ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്കൊന്നുമില്ലാത്ത തർക്കം ഈ ഒരു ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഉടമ ഉണ്ണി ചോദിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബാലമന്ദിരത്തിൽ നിന്നും കാണാതായ 4 കുട്ടികളെയും കണ്ടെത്തി. മലയാളികളായ 3 കുട്ടികളെ കോഴിക്കോട് നിന്ന് വന്ന ഏർനാട് എക്സ്പ്രസിൽ ഷൊർണൂരിൽ വെച്ചാണ് കണ്ടെത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഒരാളെ രാവിലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. നാട് വിടാൻ വേണ്ടിയാണ് ബാലമന്ദിരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഷൊർണൂരിൽ പിടിയിലായ കുട്ടികൾ പറഞ്ഞു. ഇവർ കോഴിക്കോട്ടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ കുട്ടികളെ കണ്ടെത്താനായത്. ചേവായൂർ ബോയ്സ് ഹോമിലെ ശുചിമുറിയുടെ ഗ്രിൽ തകർത്താണ് ഇവർ രക്ഷപ്പെട്ടത്. ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന് ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതിൽ സേനയ്ക്കുള്ളിൽ പ്രതിഷേധം. തപാൽ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാകില്ല എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇടുക്കി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോളി ജോർജിനാണ് തപാൽ ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. എന്നാൽ സർവീസ് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള പോലീസ് ആസ്ഥാനത്തിന്റെ ആവശ്യത്തോട് നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി അനുകൂല നിലപാടല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചത്. തപാൽ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണമായി പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് ഡിജിപിക്കുള്ള കത്തിൽ വ്യക്തമാക്കുന്നത്. 175 ദിവസത്തെ അവധി ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഉൾപ്പെടുത്തി ക്രമീകരിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള അവധി ദിനങ്ങളായി പുനഃക്രമീകരിക്കണം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. 175 ദിവസത്തെ അവധി ഇത്തരത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നഷ്ടമാകുന്ന നിലയാണ്. തപാൽ ഡ്യൂട്ടി എന്തുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം ആകുന്നില്ല എന്ന ചോദ്യമാണ് സേനാംഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒളിമ്പിക്സ് യോഗ്യതാ മത്സരം കൂടിയായ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ചരിത്രത്തിലാദ്യമായി ഇന്ത്യ വേദിയാകും. തലസ്ഥാനത്ത് പൊന്മുടിയിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 26 മുതൽ 29 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾ ഉൾപ്പെടെ മത്സരങ്ങളിൽ പങ്കെടുക്കും. 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുടെയും ക്വാളിഫയിംഗ് മത്സരങ്ങളാണ് പൊന്മുടിയിൽ സംഘടിപ്പിക്കുന്നത്. 6 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 1.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഡൗൺഹിൽ മത്സരങ്ങളും 4 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ക്രോസ് കൺട്രി ഒളിമ്പിക് മത്സരവുമാണ് ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ ആകർഷണം. രാജ്യങ്ങളിൽ നിന്നായി 300-ലധികം പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘ രൂപീകരണം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കേരളത്തെ ലോക കായിക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ ലഭിച്ച അവസരമെന്ന് മന്ത്രി. കേരളമാകെ ടൂറിസം ഡെസ്റ്റിനേഷനാണ് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള അസുലഭമായ ഒരു സന്ദർഭമായി നാം ഇതിനെ കാണേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കേരള സൈക്ലിംഗ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ജോർജ് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി 10:45 കൊല്ലം കല്ലുവാതുക്കലായിരുന്നു അപകടം. വയനാട് കൽപ്പറ്റയിൽ KSRTC സ്വിഫ്റ്റ് ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വയനാട് തിരുനെല്ലിയിലെ ഭീതിയിലാക്കിയ കടുവ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ കടുവ അകപ്പെട്ടത്. കടുവയെ പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടയച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർക്കെതിരായ അതിക്രമ പരാതിയിൽ അന്വേഷണം വൈകിപ്പിച്ച SIക്കെതിരെ നടപടി വന്നേക്കും. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ SI സുധി K സത്യപാലിനെതിരെയാണ് ജില്ലാ പോലീസ് മേധാവി K കാർത്തിക് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ വിഭാഗങ്ങൾക്കെതിരെയുള്ള സിറോ മലബാർ സഭ സിനഡിന്റെ പരാമർശങ്ങൾ വിവാദമാകുന്നു. വൈദികർ ഉൾപ്പെടെയുള്ള വിമത വിഭാഗത്തിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് പ്രധാന ആരോപണം. മാധ്യമപ്രവർത്തകനായിരുന്ന S അനിൽ രാധാകൃഷ്ണന്റെ
അനുസ്മരണം തിരുവനന്തപുരത്ത് നടന്നു. അനുസ്മരണ സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനിൽ സ്മാരക വികസനോന്മുഖ ജേർണലിസം ഫെലോഷിപ്പ് നേടിയ രഞ്ജിത്ത് NBC രചിച്ച ഉത്തരവാദിത്ത ടൂറിസം കേരള ഗാഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു.